ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം 4-ാമത്തെ അധ്യായം 55 വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞു. 56-ാമത്തെ ശ്ലോകം വായിക്കാം. അഥ കാലേന സാ നാരീ പ്രസൂതാ ബാലകം തദാ ആനീയ ജനകോ ബാലം രഹസ്യേ ധുന്ദുലിം ദദൗ. അഥ കാലേന, അനന്തരം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ, ആ അനുജത്തി സാ നാരി ഒരു ഉണ്ണിയെ പ്രസവിച്ചു. എന്നിട്ട് അതിന്റെ ജനകഹ, അതിന്റെ അച്ഛൻ തന്നെ, ബാലം, ആ ബാലനെ രഹസ്യേ ധുന്ദുലിയും ദദൗ, രഹസ്യമായിട്ട് ധുന്ദുലിയുടെ കൈകളിലേക്ക് കൊണ്ടുവന്നു കൊടുത്തു. 57. തയാ ജഗതിദം ഭർത്രേ പ്രസൂത സുഖമർഭഗഃ ലോകസ്യ സുഖമുത്പന്നം ആത്മദേവ പ്രചോദയാത്. ധുന്ദുലി എന്തു ചെയ്തു? ഭർത്രേ, ഭർത്താവിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ സുഖമായിട്ട് ഒരു ഉണ്ണിയെ പ്രസവിച്ചിരിക്കുന്നു. അത് കേട്ടിട്ട് ജനങ്ങൾക്ക് പോലും സന്തോഷമുണ്ടായി. എന്ത്? ആത്മദേവ പ്രചോദയാത്, ആത്മദേവന് വളരെ കാലം കൂടിയിട്ടൊരു കുഞ്ഞുണ്ടായി എന്ന ആ വാർത്ത കേട്ടിട്ട് ലോകസ്യ സുഖമുൽപ്പന്നം, എല്ലാ ജനങ്ങളും വളരെയധികം സന്തോഷിച്ചു. ഇത്രയും അധികം ഒരു കള്ളപ്രവൃത്തി ആരും തന്നെ ചെയ്യുകയില്ലല്ലോ. ഏത് കാലത്ത് രചിച്ചിരിക്കുന്നതാണ് ഈ നമ്മുടെ ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം. കലികാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. 58. ദദൗ ദാനം ദ്വിജാതിഭ്യോ ജാതകർമ്മ വിധായ ച ഗീതവാദിത്ര ഘോഷോ ഭൂത് തദ്വാരേ മംഗളം ബഹു. ആത്മദേവൻ ഇത് വിശ്വസിച്ചുകൊണ്ട് ബ്രാഹ്മണർക്കായിക്കൊണ്ട് ധാരാളം ദാനമെല്ലാം ചെയ്തു. എന്നിട്ട് കുഞ്ഞിന് ജാതകർമ്മം എല്ലാം ചെയ്തു. ഗീതവാദിത്ര ഘോഷ അഭൂത്, മംഗള പാരായണം, അതേപോലെ തന്നെ പാട്ട്, വാദ്യം മുതലായതെല്ലാം അവിടെ ഉണ്ടായി. 59. ഭർത്തുരഗ്രബ്രവീദ്വാക്യം സ്തന്യം നാസ്തി കുജേ മമ അന്യസ്തന്യേന നിർദുഗ്ധ കഥം പുഷ്ണാമി ബാലകം. ഒരു ദിവസം ഈ ധുന്ദുലി ഭർത്താവിന്റെ സമീപത്ത് ചെന്ന് നിന്നിട്ട് അഗ്രേ ഇതം വാക്യം അബ്രവീത്, ഇപ്രകാരമുള്ള വാക്കുകളെ പറഞ്ഞു: സ്തന്യം നാസ്തി കുജേ മമ, എനിക്ക് കുഞ്ഞിനെ പോഷിപ്പിക്കുവാൻ വേണ്ട പാല് പോരാ. അന്യസ്തന്യേന നിർദുഗ്ധ കഥം പുഷ്ണാമി ബാലകം, അന്യ ഒരു സ്ത്രീയെ ആശ്രയിച്ച് കൊണ്ടുവന്നാൽ അങ്ങനെ കുട്ടിയെ രക്ഷിക്കുക എന്നതും പ്രയാസമാണ്. അവര് വന്നിട്ട് പാല് കൊടുത്തിട്ട് പോവില്ലേ? അപ്പോ ഇടയ്ക്കിടെ വരേണ്ടി വരില്ലേ? അപ്പോ എന്താണ്, ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എന്നും വരുമോ? ഇങ്ങനെയൊക്കെയുള്ള ശങ്ക പങ്കുവെച്ചു. 60. മത്സ്വസായ പ്രസൂതായ മൃതോ ബാലസ്തു വർത്തതേ താമാകാര്യ ഗൃഹേ രക്ഷ സാതർഭം പോഷയിഷ്യതി. അതിനൊരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ സഹോദരിയുടെ സ്വസായാഹ ബാലഹ മൃതഃ, ബാലനാകട്ടെ പ്രസവിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നു. താമാകാര്യ, അവളെ ഈ ഗൃഹത്തിലേക്ക് കൊണ്ടുവരാം കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ട്. അവൾ അർഭം പോഷയിഷ്യതി, അവൾ വന്നിട്ട് ഈ കുഞ്ഞിനെ പോഷിപ്പിച്ചു കൊള്ളും. 61. പതിനാ തത്കൃതം സർവം പുത്രരക്ഷണ ഹേതവേ
പുത്രസ്യ ധുന്ദുകാരീതി നാമ മാത്രാ പ്രതിഷ്ഠിതം. അത് കേട്ടപ്പോ പതിന, ആ ഭർത്താവിനാൽ അവൾ പറഞ്ഞ സർവവും ചെയ്തു. എന്തുകൊണ്ട്? പുത്രരക്ഷണ ഹേതവേ, പുത്രനെ രക്ഷിക്കുവാനായിക്കൊണ്ട് എല്ലാം ഭാര്യയെ അനുസരിച്ചു. പുത്രസ്യ ധുന്ദുകാരി ഇതി, ധുന്ദുകാരി എന്ന് നാമ പേര്, മാത്രാ പ്രതിഷ്ഠിതം ധുന്ദുലിയാൽ ചെയ്യപ്പെടുകയും ചെയ്തു. 62. ത്രിമാസേ നിർഗതേ ജാഥ സാധേനു സുഷുവേർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം. 3 മാസം കഴിഞ്ഞു. അഥാ ത്രിമാസേ നിർഗതേ, 3 മാസം കഴിഞ്ഞു. അപ്പോ എന്താ ഉണ്ടായത്? സാധേനുഹു അർഭകം സുഷുവേ, ആ പശുവും ഒരു ബാലകനെ പ്രസവിച്ചു. നേരത്തെ ആ ഫലം, സന്യാസി കൊടുത്ത ഫലം ധേനുവിന് എറിഞ്ഞു കൊടുത്തു പരീക്ഷണാർത്ഥം. അതിന്റെ ഫലമായിട്ട് ആ കുഞ്ഞ് എങ്ങനെയിരുന്നു? സർവാംഗസുന്ദരം, വളരെ സുന്ദരനായിരുന്നു. ദിവ്യം, കാണുമ്പോ ഒരു ദിവ്യ കാന്തി ഉണ്ടായിരുന്നു. നിർമ്മലം കനകപ്രഭം, സ്വർണ കാന്തിയുള്ള ശുദ്ധനായ ഒരു ബാലകനെയാണ് ധേനു പ്രസവിച്ചത്. 63. ദൃഷ്ട്വാ പ്രസന്നോ വിപ്രസ്തു സംസ്കാരാൻ സ്വയമാദധേ മത്വാശ്ചര്യം ജനാ സർവേ ദിദൃക്ഷാർത്ഥം സമാഗതാഃ. ഇങ്ങനെ ഒരു അത്ഭുതം കേട്ടാൽ എന്താ ചെയ്യാ? ജനങ്ങള് അവിടേക്ക് ഓടി വരും. അതേപോലെ ഈ വിപ്രൻ, അതായത് ബ്രാഹ്മണൻ, വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ കുഞ്ഞിനു വേണ്ട ആ ജാതകർമാദികളെല്ലാം സ്വയമേവ ചെയ്തു. ഇത് കണ്ടിട്ടും കേട്ടിട്ടും സർവേ ജനാഹ, എല്ലാ ജനങ്ങളും ദിദൃക്ഷാർത്ഥം സമാഗതാഹ, ആ ആശ്ചര്യം കാണുവാനായിക്കൊണ്ട് ഓടിയെത്തി. 64. ഭാഗ്യോദയോധുനാ ജാത ആത്മദേവസ്യ പശ്യത ധേന്വാ ബാലപ്രസൂതസ്തു ദേവരൂപീതി കൗതുകം. ആത്മദേവന് ഇപ്പോ എന്താണ്? അധുനാ ഭാഗ്യോദയ ജാതഃ, ഭാഗ്യമുദിച്ചിരിക്കുന്നു ഇത്ര കാലം കഴിഞ്ഞിട്ട്. നോക്കൂ, ആത്മദേവസ്യ ഭാഗ്യം, ആ ഭാഗ്യം നോക്കൂ എന്ന് പറയാണ്. ധേന്വാ ബാലഃ പ്രസൂതഃ, അതോ ആ പശുവിനാൽ പ്രസവിക്കപ്പെട്ട ആ ബാലൻ ദേവരൂപി, ദിവ്യാംഗസുന്ദരനായിരിക്കുന്നു, ദിവ്യനായിരിക്കുന്നു, കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്രകാരം കൗതുകമായിട്ട് അവര് പരസ്പരം വർണ്ണിച്ചു. 65. നജ്ഞാതം തദ്രഹസ്യം തു കേനാപി വിധിയോ ഗതഃ ഗോകർണം ച സതം ദൃഷ്ട്വാ ഗോകർണം നാമ ജാഗരോത. അതിന്റെ തദ്രഹസ്യം, അതിന്റെ രഹസ്യത്തെ കേന അഭി നജ്ഞാതം, ഒരാളാലും അറിയപ്പെട്ടില്ല. ഈ അമ്മയുടെ കുടില ബുദ്ധിയെ കുറിച്ച് ആരും അറിഞ്ഞതേ ഇല്ല. എന്ത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അത്ഭുതം നടന്നിരിക്കുന്നത്? ആ സന്യാസി വര്യന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച ഫലം ആ ധേനു ഭക്ഷിച്ചത് കൊണ്ടാണ് എന്നത് ആർക്കും അറിയുവാൻ സാധിച്ചില്ല. പിന്നെയോ ആ പശുവിൽ നിന്ന് ജനിച്ചതായിരിക്കുന്ന ആ ബാലനെ നോക്കുമ്പോ ഗോകർണം, അതിന്റെ ചെവികള് പശുക്കളുടേതുപോലെ ആയിരുന്നു. ദിവ്യം ആയിരിക്കുന്ന ശിശുവാണെങ്കിലും അതിന്റെ ചെവികള് പശുക്കളുടേതുപോലെ ഇരുന്നു. അതുകൊണ്ട് അതിന് ഗോകർണം നാമ അകരോത്, ഗോകർണൻ എന്ന് പേര് നിർവഹിച്ചു. ചെവികൾ അങ്ങനെ ഇരുന്നു. അതായത് ആ കുഞ്ഞ് ജ്ഞാനിയാണെന്ന് വിളിച്ചോതുന്ന ചെവികളാണത്. ചെവികൾ കൊണ്ടാണ് നാം ഭഗവാന്റെ വാർത്തകളെല്ലാം കേൾക്കുന്നത്, അല്ലേ? പൃഥു ചക്രവർത്തി ആ വരം ചോദിച്ചത് 10,000 ചെവികളുടെ ശക്തി തരയണമേ. എന്തിനാത്? ഭഗവാന്റെ വർണ്ണനകൾ, ഗുണഗണങ്ങൾ അടങ്ങിയ ലീലകൾ കേട്ട് ജന്മം സഫലമാകണം എന്നാണ് പൃഥു ചക്രവർത്തി, ഭഗവാൻ തന്നെയായ പൃഥു തന്നെയും ആഗ്രഹിച്ചത്. അപ്പൊ ഒരു മനുഷ്യജന്മത്തില്
ശ്രവിക്കേണ്ടത് മാത്രം ശ്രവിക്കുക. അത് ഭഗവാന്റെ വർണ്ണനകളാകട്ടെ. അപ്പോ അങ്ങനെ ആ ഗോകർണന് ആ ദിവ്യമായൊരു രൂപമുണ്ടായിരുന്നു എന്ന് വർണ്ണിക്കുന്നു. 66 കിയത്കാലേന തൗ ജാതൗ തരുണൗ തനയാവുഭൗ ഗോകർണ പണ്ഡിതോ ജ്ഞാനീ ധുന്ധുകാരി മഹാഖലഃ. കിയത്കാലേന കുറെ കാലം കൊണ്ട് അവര് വളരുകയാണ് കുഞ്ഞുങ്ങള്. തൗ ജാതൗ അവര് രണ്ടുപേരും വളർന്നു. തരുണൗ തനയൗ ഉഭൗ രണ്ടുപേരും തരുണന്മാരായി വളർന്നു. അപ്പോൾ അവരുടെ സ്വഭാവം കൂടി എങ്ങനെ ഇരിക്കുന്നു എന്ന് വർണ്ണിക്കുകയാണ്. ഗോകർണഃ പണ്ഡിതഃ ജ്ഞാനി. ഗോകർണൻ പണ്ഡിതനായിരിക്കുന്നു, ജ്ഞാനിയായിരിക്കുന്നു. ധുന്ധുകാരി മഹാഖലഃ. ധുന്ധുകാരിയോ അമ്മയെ പോലെ തന്നെ മഹാദുഷ്ടനായിട്ട് ഭവിച്ചു. ഇങ്ങനെ ആരും പ്രവർത്തിക്കരുത് എന്നാണ്. എന്തായിരിക്കും പിന്നീട് സംഭവിച്ചിരിക്കുക? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ കാണാം.